ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വർക്കല ബീച്ച് എങ്ങനെ ഉണ്ടെന്നാണ്. നമ്മുടെ ഈ മഴക്കാലത്ത് വർക്കല ബീച്ചിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും. ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെലിപ്പാടിയിൽ നിന്ന് താഴിറങ്ങുന്ന വഴിയാണ്. നമ്മളിപ്പോൾ അങ്ങനെയല്ല വന്നത്, നേരെ ബീച്ച് അവിടെ തന്നെയാണ് പാർക്ക് ചെയ്തത്. ഇപ്പോൾ തിരക്കൊന്നുമില്ല, ഇപ്പോൾ ഫോറിനേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെ ക്ലോസ് ആണ്. ഈ നിൽക്കുന്നതെല്ലാം നമ്മുടെ നാട്ടുകാരൊക്കെയാണ്. ഇപ്പോൾ വർക്കിംഗ് ഡേയിലൊക്കെ വന്നാലും നമുക്കിപ്പോൾ ബീച്ചിൻ്റെ അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വരാൻ പറ്റും. ഭയങ്കര റഷും കാര്യങ്ങളാണല്ലോ. പക്ഷേ ഇപ്പോൾ കടലിറങ്ങാൻ പറ്റില്ല. ഇവിടെ ഒരു വേലി കണക്ക് കെട്ടിയിട്ടുണ്ട്, എത്ര വരെ കാണാൻ പറ്റുമെന്നറിയില്ല. ചെറിയൊരു കമ്പിൽ വല കണക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറം വന്നു കഴിഞ്ഞാൽ ഗാർഡിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അത് മാത്രമല്ല നമുക്കത് റിസ്ക്കുമാണ്. അപ്പോൾ നമുക്ക് പിള്ളേരെ കൊണ്ടുവന്ന് കളിക്കണമെങ്കിൽ ഇവിടെ മലയുടെ അവിടെ നിന്ന് വരുന്നൊരു ഊറ്റ് വരുന്ന വെള്ളമുണ്ട്, നല്ല വെള്ളമാണ്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടിട്ട് പിള്ളേരെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ തന്നെ പോയി നമുക്ക് കുളിക്കാവുന്നതാണ്. ഒരു സ്പെയർ ഡ്രസ്സ് കൂടെ കൊണ്ടുവന്നാൽ പിള്ളേരെന്തായാലും അഴുക്കാവും. ബീച്ചിലൊക്കെ വരുമ്പോൾ അവരെ ഇഷ്ടത്തിനങ്ങ് വിടണം. എന്നിട്ട് നമ്മൾ കുറച്ച് ഒന്ന് കുളിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുളത്തിൽ പോയി വർക്കല ക്ഷേത്രക്കുളത്തിൽ പോയി കുളിക്കാം. അല്ലെങ്കിൽ ഈ ഊറ്റ് വരുന്ന പൈപ്പിൻ്റെ അവിടെ പോയി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു തോർത്തോ സ്പെയർ ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതെല്ലാം അടിപൊളിയായിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്തിട്ട് വരാം. പിന്നെ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പിള്ളേർ നല്ല ഹാപ്പി ആയിരിക്കും, അടിപൊളിയായിരിക്കും. നിങ്ങളും പോയിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. സ്പെയർ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇതെല്ലാം മാറ്റി സ്പെയർ ഡ്രസ് ഇട്ട് കാറിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഒരു നല്ല ഡേ തന്നെയാണ്. ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുന്ന ബീച്ച് ഇറങ്ങുന്നത് ഈ സമയത്ത് അത്ര സേഫല്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.